ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് വരുത്തുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. ജീവിതത്തിലെ ചില ഫാക്ടേഴ്സുകളാണ് നമുക്ക് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഫാക്ടറാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, പണ്ടത്തെ കാലത്തെ പോലെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. പണ്ടൊക്കെ ആളുകൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ഒരുപാട് അധ്വാനിച്ചിരുന്ന ആൾക്കാരാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. വളരെ കുറച്ച് അധ്വാനിച്ചിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ് പല ആളുകളും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എക്സസൈസ് ഇല്ല, കൂടുതൽ സമയം ഇരുന്നു കൊണ്ടുള്ള വർക്കാണ്. അതുപോലെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, രാത്രിയൊക്കെ അമിതമായി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്കും അസുഖങ്ങളും കൂടുതൽ ക്രിട്ടിക്കൽ ഇൽനെസ്സുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ളതും ടോക്സിൻ ആയിട്ടുള്ളതുമാണ്. നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം കഴിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ ഇന്ന് ടോക്സിനാണ്. അപ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചും കഴിയുന്നത് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതും പ്യൂരിഫൈ ആയിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണങ്ങളാണെങ്കിലും വീട്ടിൽ തന്നെയൊക്കെ പാചകം ചെയ്ത് കൂടുതൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ നോക്കിയെടുത്ത് ജീവിച്ചാൽ നമുക്ക് കൂടുതൽ കാലം അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫാക്ടർ കൂടാതെ അടുത്തതെന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാരണം ജനറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, പാരമ്പര്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ കൂടെ നമ്മളൊരു പരിധി വരെ നമുക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് കുറേയൊക്കെ അതിന് ജനറ്റിക് ഫാക്ടേഴ്സിനെ ട്രിഗർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ജീവിതം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക, നമ്മുടെ അറ്റ്മോസ്ഫിയർ മാറ്റുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ നല്ല രീതിയിലുള്ള ഹെൽത്ത് ടിപ്സും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.